നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പാരിസൺ ടെസ്റ്റ് ആൻഡ് ആൾട്ടർനേറ്റീവ് സീരീസ്. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സീരീസിനെ പറ്റിയിട്ടാണ്. അപ്പം ഇത് സീരീസിൻ്റെ കൺവേർജൻസി എങ്ങനെ ടെസ്റ്റ് ചെയ്യാന്നുള്ളതിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കമ്പാരിസൺ ടെസ്റ്റ് എന്താണെന്നുള്ളതാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സീരീസിൻ്റെ എങ്ങനെയാണ് ഒരു സീരീസ് തന്നിട്ടുണ്ട് എങ്കിൽ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് കൺവേർജൻസി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പം കഴിഞ്ഞത് ജിയോമെട്രിക് സീരീസാണ്. ജിയോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യുക എപ്പോഴാണെന്നറിയാം അല്ലേ? അതായത് ആർ എപ്പോഴും <1 ആണ് എങ്കിൽ അത് കൺവേർജ് ചെയ്യുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആർ അല്ലേ, ആർ എന്ന് പറഞ്ഞാൽ റേഷ്യോ. അപ്പം കമ്പാരിസൺ ടെസ്റ്റിൽ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഡെഫിനിഷൻ ആദ്യത്തിൽ നമ്മൾ എന്താണ് കമ്പാരിസൺ ടെസ്റ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ 2 സീരീസുകൾ എടുത്തു. 2 സീരീസുകളിൽ ഒന്ന് നമുക്ക് ഈസി ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് σ1 to infinity ai എന്ന് പറയുന്ന ഒരു സീരീസും അതുപോലെ തന്നെ σ1 to infinity bi എന്ന് പറയുന്ന വേറൊരു സീരീസും ഉണ്ട്. ഈ bi എന്ന് പറയുന്ന ഈ സീരീസിനെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും, നല്ലോണം പഠിക്കാൻ കഴിയും. മറ്റേതങ്ങനെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് കുറച്ച് സിമ്പിളാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇത് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സീരീസ് അതായത് σ1 to infinity ai എന്ന് പറയുന്ന സീരീസ് കൺവേർജൻ്റ് ആണ് അല്ലേ എന്ന് ബി ഐ വെച്ചിട്ട് പറയാൻ പറ്റും. ഓക്കെ, അത് എങ്ങനെ പറയും എന്നുള്ളതാണ്. അതായത് എ ഐ മോഡുലസ് ഓഫ് എ ഐ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ ഐ അല്ലെങ്കിൽ എ ഐ രണ്ടും പറയാം. മോഡുലസ് ഓഫ് എ ഐ <= ബി ഐ ആണ് എങ്കിൽ ഇഫ് σ1 to infinity bi ഈസ് കൺവേർജ്. ഓക്കെ, ബി ഐ എന്താണ്, കൺവേർജൻ്റ് ആണ് എങ്കിൽ നിർബന്ധമായിട്ടും σ1 to infinity ai കൺവേർജ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്താണ്, 2 സീരീസ് ഉണ്ട്. ആ സീരീസിൽ ഓരോരോ എലമെൻറ്റും എ ഐസുകളൊക്കെ എ ഐ എന്ന് പറയുന്ന അതായത് A1 മോഡുലസ് ഓഫ് A1 <= B1, മോഡുലസ് ഓഫ് A2 <= B2, മോഡുലസ് ഓഫ് A3 <= B3. ഓക്കെ, ആർ യു അണ്ടർസ്റ്റുഡ് ഓർ നോട്ട്? ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോരോ എലിമെൻറ്റും എടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് <= ആണ് എങ്കിൽ ബീനേങ്കാട്ടിൽ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും. അതുപോലെ തന്നെ അങ്ങനെയാണ് എങ്കിൽ ഇതിൽ ബി ഐ കൺവേർജൻ്റ് ആണ് എങ്കിൽ നിർബന്ധമായിട്ടും എന്താണ്, സീരീസ് എ ഐയും എന്തായിരിക്കും, കൺവേർജൻ്റ് ആയിരിക്കും. ഇനി ഇവിടെ ഒരു കാര്യം, പറയപ്പെടാത്തൊരു കാര്യം കൂടി ഞാൻ പറയാണ്. അതായത് ഇവിടെ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത് ഇതിനെ പറ്റിയിട്ടാണ്. ഇനി വേറൊരു രീതിയിൽ എ ഐ <= ബി ഐ ആണ്. ഇവിടെ എ ഐ കൺവേർജൻറ്റ് സീരീസ് എ ഐ കൺവേർജൻ്റ് ആണ്, ഡൈവേർജൻ്റ് ആണ് എങ്കിൽ, എ ഐ ഡൈവേർജൻ്റ് ആണ് എങ്കിൽ നിർബന്ധമായിട്ടും ബി ഐ എന്തായിരിക്കും, സീരീസ് ബി ഐ എന്തായിരിക്കും, ഡൈവേർജൻ്റ് ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ ഇവിടെ പറഞ്ഞ 2 കമ്പാരിസൺ ടെസ്റ്റിൽ 2 കൺസെപ്റ്റ്സുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ കൺസെപ്റ്റ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ മറ്റതും കൂടി ഓർമ്മയിലുണ്ടാവുക. അതായത് σ1 to infinity ai എന്ന് പറയുന്ന ഒരു സീരീസും വേറൊരു സീരീസ് ബി ഐ എന്ന് പറയുന്ന σ1 to infinity bi എന്ന് പറയുന്ന സീരീസും നമ്മളുടെ കയ്യിലുണ്ട്. അങ്ങനെയാണ് എങ്കിൽ എ ഐ <= ബി ഐ ആണ്. ഓക്കെ, അങ്ങനെ ഈ കൺസെപ്റ്റ്സും നമ്മളുടെ കയ്യിലുണ്ട്. എ ഐ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എ ഐ <= ബി ഐ ഉണ്ട് എങ്കിൽ നമ്മളുടെ കൺസെപ്റ്റ്സ് ഇതാണ്. i=1 to infinity bi എന്ന് പറയുന്ന സീരീസ്, ഓക്കെ, ബി ഐ എൻ്റെ സീരീസ് കൺവേർജൻ്റ് ആണ് എങ്കിൽ നിർബന്ധമായിട്ടും അതിൻ്റെ താഴത്തുള്ള കുഞ്ഞാപ്പ് ആണ് എ ഐസ്. അപ്പോൾ സീരീസ് എ ഐസ് എന്തായിരിക്കും, കൺവേർജൻ്റ് ആയിരിക്കും. ഇനി നേരെ വേറൊരു കൺസെപ്റ്റ്സ് ഏതാന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ, ഇനി എ ഐ ഡൈവേർജൻ്റ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ്, ബി ഐ എന്തായിരിക്കും, ഡൈവേർജൻ്റ് ആയിരിക്കും. ചെറിയ കുഞ്ഞാപ്പു ഡൈവേർജൻ്റ് ആയ നിർബന്ധമായിട്ടും വലിയ കുഞ്ഞാപ്പു എന്തായിരിക്കും, ഡൈവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ 2 കൺസെപ്റ്റ്സും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ എക്സാമ്പിളുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. ഷോ ദാറ്റ് σ1 to infinity 3/2 കൺവേർജ് ആണ് എന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ കൺവേർജ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ ഇതിൽ പഠിച്ചത് എന്താണ്, റേഷ്യോ ടെസ്റ്റ് ആണ് അല്ലേ?
റേഷ്യോ ടെസ്റ്റിൽ നമ്മൾ ജസ്റ്റ് എന്താണ് ഡൈവേർജ് ആണ് എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ കഴിയുന്നത്. കൺവേർജ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കൺവേർജ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. ഷോ ദാറ്റ് സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity 3/2⁴ കൺവേർജ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 3 അല്ലെങ്കിൽ മോഡുലസ് ഓഫ് 3/2⁴ എന്ന് പറയുന്നത് താഴത്ത് ഇതെപ്പോഴും ലെസ് ദാൻ 3/2⁴. ഒരു +4 കൂടി കൊടുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഇല്ലേ ഇതിനേക്കാട്ടിൽ ചെറുതായിരിക്കും ഇത് അല്ലേ. നമുക്ക് 1/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 0.5 ആണ്. 1/2 അടിയിലൊരു +4 കൂടിയും കൊടുത്തു, അപ്പോൾ 1/2 + 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/6. 1/6 1/2-നേക്കാട്ടിലും ചെറുതാണ് ആണോ? ആണ്. എന്തുകൊണ്ട്? നമുക്ക് 1 സംതിങ് 0.1 സംതിങ് ആണ് കിട്ടുക, മറ്റേത് 0.5 ആയിരുന്നു. ഓക്കെ, അപ്പം ഏറ്റവും ചെറുതാണ് 1/6, ചെറുതാണ്. ഡിനോമിനേറ്ററിൽ എപ്പോഴും വലിയ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും സ്മോൾ ആയിരിക്കും. ഓക്കെ, ന്യൂമറേറ്ററിലല്ല ഡിനോമിനേറ്ററിൽ. ന്യൂമറേറ്ററിൽ വലിയ സംഖ്യ ആണെങ്കിൽ അത് വലുതുമായിരിക്കും. ഓക്കെ, ഡിപ്പെൻഡ് അപ്പോൺ ദി ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ലെസ്സാനാണ്. അപ്പോൾ നമ്മളുടെ കൺസെപ്റ്റ് പ്രകാരം ഇവിടെയുള്ള സീരീസ് 3/2⁻i എന്ന് പറയുന്ന സീരീസിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് കൺവേർജന്റ് ആണോ, കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് കൺവേർജന്റ് ആണോ എന്ന് എന്ത് ചെയ്താൽ മതി, ചെക്ക് ചെയ്താൽ മതി അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് സീരീസ് എടുത്തു. സിഗ്മ ഐ ഈക്വൽ ടു 0 to infinity 3/2⁻i എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3നെ ടേക്ക് ഔട്ട് സൈഡ് എടുക്കാം. i ഈക്വൽ ടു 0 to infinity 1/2⁻i. ദാറ്റ് മീൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 3നെ ടേക്ക് ഔട്ട് സൈഡ്. ഇത് അത് പറഞ്ഞപ്പം ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്മ ഐ ഈക്വൽ ടു 0 to infinity 1/2⁻i എന്ന് പറയുന്നത് എന്ത് സീരീസാണ് നോക്കുക. 3നെ മാറ്റി നിർത്തുക, ഐ ഈക്വൽ ടു ഇത് നോക്കുക, ഈ സീരീസ് എന്ത് സീരീസ് ആക്കുക. ആദ്യം ഐക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 1/2⁻0 ആണ് 1 പ്ലസ് അടുത്തത് എന്താ കിട്ടുക 1/2 പ്ലസ് അടുത്തത് എന്താ കിട്ടുക 1/2² അതായത് 1/4 പ്ലസ് അടുത്തത് എന്താ കിട്ടുക 1/8 അതായത് 1/2⁵ അല്ലേ, 1/2³ അതായത് 1/2⁸ പ്ലസ് എക്സെട്ര. അതെന്താണ്, ഒരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് a ഈക്വൽ ടു 1ഉം r ഈക്വൽ ടു 1/2. അങ്ങനെയാണ് എങ്കിൽ ജോമെട്രിക് സീരീസ് ആയതുകൊണ്ട് 3 ഇൻറ്റു ഇതിന് a/1 - r എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ എഴുതാം. a എന്താണ് 1 ആണ്, r എന്താണ് 1/2 ആണ്. അപ്പോൾ a/1 - r എന്ന് പറഞ്ഞ കാരണം അത് കൺവേർട്ട് ചെയ്യുക അതിലേക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ജോമെട്രിക് സീരീസിൽ പോയി നോക്കുക a/1 - r. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വാല്യൂ കിട്ടുക 1/1 - 1/2. 1 - 1/2 പറയുമ്പോൾ 1/2 ദാറ്റ് ഈസ് 3 ഇൻറ്റു 1/1/2. റെസിപ്രോക്കൽ എടുക്കാം. അങ്ങനെ ആകുമ്പോൾ എന്താവും 1/2 എന്തായി മാറും, 1/1/2 2 ആവും അല്ലേ. അപ്പം യു വിൽ ഗെറ്റ് 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പം ഈ സീരീസ് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങോട്ട് 6ലേക്ക് കൺവേർട്ട് ചെയ്യുമെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബൈ ദി കമ്പാരിസൺ ടെസ്റ്റ് എന്താണ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് കൺവേർജൻ്റ് ആണ്. അങ്ങനെയാണ് എങ്കിൽ അതുപോലെ തന്നെ 3/2⁻i+4 ലെസ് ദാൻ 3/2⁻i. അപ്പം നമുക്ക് ഇതിൽ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് എന്ത് പറയാൻ പറ്റും, കൺവേർജൻ്റ് ആണ് ഏത് സീരീസ് എന്ന് പറയാം. സിഗ്മ ഈക്വൽ ടു 0 to infinity 3/2⁻i+4 എന്താണ് കൺവേർജൻ്റ് ആണ് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേ മോഡൽ വേറൊരു എക്സാമ്പിൾ ഷോ ദാറ്റ് സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity -1/i ഡിവൈഡഡ് ബൈ i ഇൻറ്റു 3/i+1 കൺവേർജസ് ആണ് എന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റും, സൊല്യൂഷൻ സീരീസ്. ഇവിടെ സീരീസ് കാണാം, ഇതിലേക്കും വലിയൊരു സീരീസ് കൺവേർജൻ്റ് ആണെന്ന് കാണും. അതിന് സിമ്പിളാണ് 1/3/i 1/3/i. ഇവിടെ i ഉണ്ട്, ഇവിടെ 3/i+1 ഉണ്ട്. അപ്പം ഇതിലേക്കും വലുതാണ് ആര് 1/3/i അല്ലേ. മോഡുലസ് ഓഫ് -1/i ഡിവൈഡഡ് ബൈ i ഇൻറ്റു 3/i+1 ഇതെന്തായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡുലസ് വരുമ്പം മൈനസ് ഒഴിവാകും, അബ്സല്യൂട്ട് വാല്യൂ ആവും അല്ലേ. 1/i ഇൻറ്റു 3/i+1
ഇതെപ്പോഴും ഗ്രേറ്റർ ദാൻ 1/3 ആയിരിക്കും അല്ലേ? ആണ് അല്ലേ? കറസ്പോണ്ടിങ് ആയിട്ട് ഐക്ക് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ 1/3² 1/3² എന്ന് പറഞ്ഞാൽ 1/9. അത് 1/3 കാട്ടിലും ചെറുതാണ് 1/9. അപ്പം റെഡി. അതുപോലെ തന്നെ 2 കൊടുത്തു, ഐക്ക് 2 കൊടുത്താൽ എന്താ വരിക? 1/2 × 3⁻3. അപ്പം 2 × 27 1/2 എന്ന് പറഞ്ഞാൽ അത് സ്മോൾ, അത്രക്ക് ചെറുതാണ്. ഏതിനെക്കാട്ടിലും 1/3² 1/3² എന്ന് പറഞ്ഞാൽ 1/9 വളരെ ചെറുതാണ്. അപ്പം ഇത് ഈ ഇനീക്വാളിറ്റി എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ കുഞ്ഞാപ്പൂലെ 1/3 എന്താണ്? കൺവേർജൻ്റ് ആണ് എന്ന് എന്ത് ചെയ്താൽ മതി? പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെയാണ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ഈ കുഞ്ഞാപ്പും അതായത് ഈ സീരീസും എന്താണ്? കൺവേർജ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സിഗ്മ i = 1 to ∞. ഇവിടെ നോക്കുക, കാരണം എപ്പോഴും ലിമിറ്റ് ലോവർ ലിമിറ്റ് ചെക്ക് നോക്കണം കേട്ടോ. ഇവിടെ ഉള്ള ലോവർ ലിമിറ്റ് തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്, തെറ്റിക്കരുത്. നേരത്തെ 0 ആയിരുന്നു, ഇവിടെ 1 ആണ്. അപ്പം അത് ഒരിക്കലും മറക്കാൻ പാടില്ല. 1/3 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു ജോമെട്രിക് സീരീസ് ആണ് അല്ലേ? ഇത് ജോമെട്രിക് സീരീസ് വിത്ത് a = എന്താ വരിക? 1 കൊടുക്കുമ്പോൾ 1/3 വരും, അതുപോലെ തന്നെ 2 കൊടുക്കുമ്പോൾ 1/3² വരും. അപ്പം ഇവിടുത്തെ a എന്ന് പറയുന്നത് 1/3 ആണ്, r എന്ന് പറയുന്ന കുഞ്ഞാപ്പും 1/3 ആണ്. അപ്പോൾ നമുക്ക് വരിക a/1 - r ജോമെട്രിക് സീരീസിന്റെ കൺവേർജൻസി പ്രകാരം a/1 - r. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വന്നു? 1/3/1 - 1/3 അല്ലേ? അപ്പോൾ 1 - 1/3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 3 - 1. അപ്പോൾ 2/3 ഇനി ആൻസറിൽ വരും. ദാറ്റ് ഈസ് 1/3 / 2/3. That is equal to 3 cancel, then you will get 1/2. 1/2 you will get. That means അതായത് ഇത് കൺവേർജ് ചെയ്യുക 1/2ലേക്ക് കൺവേർജ് ചെയ്യുന്ന കിട്ടി. അതുകൊണ്ട് ഏത് സീരീസ് സിഗ്മ i = 1 to by the comparison test സിഗ്മ i = 1 to ∞ -1 (i × 3i+1) is converged. ഓക്കെ, ഇനി അടുത്തത് ഹോംവർക്കുകളാണ്. ഹോംവർക്കുകൾ കുറച്ചെണ്ണം ഉണ്ട്, അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം അത്. ഓക്കെ, ഏതൊക്കെയാണ് ഹോംവർക്ക് നോക്കാം. ഒന്നാമത്തെ ഹോംവർക്ക് i = 1 to ∞ 8/3i+2. ഇതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ആദ്യം നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 8 ഉണ്ട് മോള്. അപ്പോൾ 8 എപ്പോഴും ഡിനോമിനേറ്ററിൽ എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ കുഞ്ഞാപ്പ് 8/3i+2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8/i. ആരപ്പരാള് 3 അല്ലേ? 3i +2 വേണമെന്നില്ല. അപ്പം 8/3i+2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8/3i. ഓക്കെ, അതിന് ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുക? സീരീസ് സിഗ്മ i = 1 to ∞ 8/3i എന്താണ്? കൺവേർജൻ്റ് ആണോ അല്ലേ നോക്കിയാൽ മതി. അതൊരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് a = 8/3 ആൻഡ് r = 8/8. അല്ലെങ്കിൽ ടേക്ക് ഔട്ട് സൈഡ്, പുറത്തെടുക്കാം കേട്ടോ. കോമൺ ആയിട്ട് 8 പുറത്തെടുത്താൽ നമുക്ക് കിട്ടുക 1/3 ആണ് a വരിക. അതുപോലെ തന്നെ 1/3 എന്നാണ് ആറും വരിക. ഓക്കെ, അപ്പോൾ 1/2 കിട്ടും കറസ്പോണ്ടിങ് ആയിട്ട്. നമ്മൾ മുമ്പ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ മോഡൽ തന്നെയാണിത്. അപ്പോൾ കൺവേർജ് ചെയ്യും. അപ്പോൾ 8/2ലേക്ക്, അതായത് 4ലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ ഇത് കൺവേർജൻ്റ് ആണ്, ഇത് കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ നോക്കാം. i = 1 to ∞ 9/4i+6. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അതായത് 9/4i+6 ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തിന് ലെസ് ദാൻ ആയിരിക്കും? 9/, മോളിലുള്ളതിനെ ഒരിക്കലും ഫിക്സ് ചെയ്ത് എഴുതുക, 4i ലെസ് ദാൻ ആയിരിക്കും. ആ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. +6 അങ്ങ് ഒഴിവാക്കിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക? 9/4i എന്ന് പറയുന്ന ആ സീരീസിന് എന്ത് ചെയ്യുക? നമ്മൾ സീക്വൻസ് അല്ല, ആ സീരീസിന് നമ്മൾ ജോമെട്രിക് സീരീസ് ആണ്, അത് കൺവേർജ് ചെയ്യും എന്ന് പറയുക. അത് കൺവേർജൻസി കാണുക. അപ്പോൾ ബൈ ദി കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ i = 1 to ∞ 1/3i-1. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് -1 ആണ്. നോക്കുക, -1 ആണ് പറഞ്ഞത്. ഓക്കെ,
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്കും ചെറിയ കുഞ്ഞാപ്പൂനെ പിടിക്കണം. -1 ആണ് പറഞ്ഞത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുമ്പോൾ 3ക്ക് 1 കൊടുത്തിട്ടുണ്ട് എങ്കിൽ 3 - 1 എന്താ 1/2 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് 1/2 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനത്തെ മൈനസ് വരുന്നിടത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ ഈ നമ്പറിൽ നിന്ന് താഴ്ത്തി പിടിച്ചാൽ മതി, ഈ നമ്പറിൽ നിന്നും. അതായത് അതുപോലെ തന്നെ 2 സ്ക്വയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക നോക്കുക. സ്ക്വയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക? 3 സ്ക്വയർ - 1 3 സ്ക്വയർ 3 എന്താ വരിക? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 - 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ആണ്, 1/8 ആണ് വരിക. അപ്പോൾ അപ്പുറത്ത് കിട്ടുന്നത് എപ്പോഴും ഇപ്പം എക്സാമ്പിളായിട്ട് 1/8, പക്ഷെങ്കിൽ നമ്മൾ 1/3 ആണ് < എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് എന്ത് ചെയ്യുന്നില്ല, ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇവിടെ 1/2 വരുമ്പോൾ അപ്പുറത്ത് 1/3 വരും. 1/3 ആണ് ചെറുത്, അല്ലാണ്ട് 1/2 അല്ല. അപ്പോൾ നമ്മൾ എന്ത് പിടിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മാത്രം < ഇവിടെ ഒന്ന് കുറയുന്നുണ്ട് അല്ലേ? ഒന്ന് കുറക്കുക എന്ന് പറഞ്ഞാൽ 3 1 അങ്ങ് കുറയ്ക്കുക. അപ്പോൾ എത്ര? 2. അതായത് 1/2 കാട്ടിലും ചെറുതായിരിക്കും ഈ കുഞ്ഞാപ്പുകൾ. ഓക്കെ, എന്ത് 1/2 ഓക്കെ. അപ്പോൾ ഇവിടെ അതെടുക്കുക, എന്നിട്ട് ആ ജോമെട്രിക് സീരീസ് കൺവേർജ് ആണ് എന്ന് പറയുക. അത് കൺവേർജ് ആണെങ്കിൽ ഇത് നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ മോഡലിൽ തന്നെ 1/2 ചെയ്ത മോഡൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ, σ i = 1 to infinity 2/4 - 3. ഓക്കെ, ഇവിടെയും പ്രശ്നമുണ്ട്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെയും പ്രശ്നമുണ്ട്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നോക്കുക 2/4 അല്ലേ? അപ്പം ഇവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഐക്ക് 1 കൊടുത്താൽ 4 - 3 കിത്തന 4 - 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ് അല്ലേ? 1 ആണ്. അപ്പം അതുപോലെ തന്നെ 2 കൊടുത്തിട്ടുണ്ട് എങ്കിൽ 4 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 - 3 16 - 3 എന്ന് പറയുമ്പോൾ 13 ആണ്, 13/2. അപ്പോൾ നമ്മൾ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കൊടുക്കുന്നതാണ്. അതായത് ഇവിടെ നമുക്ക് കിട്ടേണ്ടത് ഇവിടെ 2/1 വരുമ്പോൾ 2 ആണ് വരിക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് വരണം? അതിലേക്കും വലിയൊരു സംഖ്യ കിട്ടണം അല്ലേ? 2 കിട്ടുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4/2 ചെയ്താൽ മതി. 4/2 ഓക്കെ, 4/2 ആണ് ഇതിലേക്കും വലുത്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 2 എടുത്തിട്ടുണ്ട് എങ്കിൽ 4/2 അപ്പം ഐക്ക് 1 കൊടുത്താൽ 4/2 എന്ന് പറഞ്ഞാൽ 2. അപ്പം ഇവിടെ 1 കൊടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്താ 2/4 - 3 എന്ന് പറഞ്ഞാൽ 2 എന്നാ കിട്ടുന്നത്. അപ്പോൾ <= ഈക്വൽ ആവും. അതുപോലെ തന്നെ അടുത്തത് 2 ആണ്. ഇവിടെ 4 ഉണ്ട് അല്ലേ? 2 കൊടുത്തു നോക്കുക. ഐക്ക് 2 കൊടുത്താൽ എന്താ വരിക? 2/2 സ്ക്വയർ 13 2/13 ആ വരിക. ഇപ്പുറത്ത് വരിക എന്താണ്? 4/4 ആണ് വരിക. അപ്പോൾ 1. അപ്പോൾ 2/13 വലുതാണ് എപ്പോഴും ആര്? ഇപ്പുറത്ത് 4/2 അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടി. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് 2/4 - 3 <= 4/2 ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് -1/3i/3i+2 എന്ന് വരുന്ന സീരീസാണ്. ഈ സീരീസിൽ നമ്മൾ മോഡുലസ് എടുക്കണം. അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ 1/3i+2 ആണ് വരിക, വിച്ച് ഈസ് <= 1/3i അല്ലേ? അപ്പം ആ സീരീസ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറയാം. 1/3i കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, ആ സീരീസ് കൺവേർട്ട് ചെയ്താൽ കിട്ടും. അടുത്ത 3 ക്വസ്റ്റ്യനുകൾ ഡൈവേർജൻസി ചെക്ക് ചെയ്യാനാണ്. ഡൈവേർജൻസി ചെക്ക് ചെയ്യുമ്പോൾ ഇതിലേക്കും ചെറിയ കുഞ്ഞാപ്പു എന്താണ്? ഡൈവേർജ് ആണ് എന്ന് പറഞ്ഞാൽ മതി. ഇതിലേക്കും ചെറിയ കുഞ്ഞാപ്പു ഡൈവേർജൻ്റ് ആണ്. അതെങ്ങനെ പറയും? അത് ജോമെട്രിക് സീരീസ് ആണെങ്കിൽ 6 > 1 ആണ് എങ്കിൽ എന്താണ്? ഡൈവേർജൻ്റ് ആണ്. അണ്ടർസ്റ്റുഡ്? അതാണ് ഇവിടെ പിടിക്കേണ്ടത്. ഓക്കെ, 6
അല്ലെങ്കിൽ 1/n ഏതെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും സീരീസിൻ്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ അതൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ i = 1 to infinity 3/2 plus i. അപ്പോൾ ഇവിടെ വരുന്നത് 3/2 plus i എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇത് എന്തിനേക്കാട്ടിലും വലുതാണ്? ഏതിനേക്കാട്ടിലും വലുതാണ്? 3/i-നേക്കാട്ടിലും 2 ഒഴിവാക്കുക. 3/i-നേക്കാട്ടിലും വലുതാണ്. അല്ലെങ്കിൽ 3/i-നേക്കാട്ടിലും വലുത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 1/i-നേക്കാട്ടിലും വലുതാണ്. 1/i നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുമ്പത്തെ മൊഡ്യൂളുകളിൽ കേട്ടോ. മുമ്പത്തെ മൊഡ്യൂളിലാണ് ഡിസ്കസ് ചെയ്തത്. 1/i എന്ത് കൺവേർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇത് കൺവേർട്ട് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ i = 1 to infinity 8/5 plus 7i. ഇത് ഏതിനേക്കാട്ടിലും വലുതായിരിക്കും? ഇത് ഏതിനേക്കാട്ടിലും വലുതായിരിക്കും? 8 അല്ലേ? ഇത് ഏതിനേക്കാട്ടിലും വലുതായിരിക്കും? നമ്മളെങ്ങനെ കാണുക? അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 8 ഉണ്ട് അല്ലേ? 8 + 8/5 plus 7i. 8/5 plus 7i. അപ്പം ഇതിനേക്കാട്ടിലും ചെറിയ ആള് അപ്പത്തേക്കും ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഇതിനേക്കാട്ടിലും ചെറിയ കുഞ്ഞാപ്പ് എന്താണ്? ഡൈവേർജൻ്റ് ആണ് എന്ന് പറയണം. ഇപ്പം ഇവിടെ ഐക്ക് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക? 8/5 plus 7 കിട്ടും. 8/5 plus 7 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കിത്തന 8/5 plus 7. 8/5 plus 7 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ 12 അല്ലേ? അപ്പം 12 8/12 എന്ന് പറയുമ്പോൾ 2/3 കിട്ടും അല്ലേ? 8/12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കൊണ്ട് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4/6. 4/6നെ പിന്നെയും വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ 2/3 കിട്ടും. 2/3 കിട്ടും. ഓക്കെ. ഇനി നമുക്ക് ഇതിനും ചെറിയൊരു കുഞ്ഞാപ്പൂനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ 8ന് പകരം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 1 കൊടുക്കുക. 1/7i എടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് അത് എപ്പോഴും ഏതിനേക്കാട്ടിലും ചെറുതാണ് അല്ലേ? ഏതിനേക്കാട്ടിലും ചെറുതാണ്? ഇതിനേക്കാട്ടിലും ചെറുതാണ്. കാരണം എന്തുകൊണ്ട്? 1/7 എന്ന് പറയുന്നത് 2/3നേക്കാട്ടിലും ചെറുതാണ്. 1/7 അല്ലേ? ഒരു അപ്പത്തിനെ 7 കഷ്ണാക്കുന്നതും അതുപോലെ തന്നെ 2 അപ്പത്തിനെ കൂടിയിട്ട് 3 കഷ്ണാക്കുന്നതും ഏതാണ് വലുത്? വലുത് ഏതാണ്? ഇത് തന്നെയാണ് അല്ലേ? 8 അതായത് 2/3 ആണ് വലുത്. അപ്പോൾ എന്താണ്? 1/7 എന്ന് പറയുന്നത് ചെറുതാണ്. അപ്പോൾ 1/7i പ്രത്യേകം ശ്രദ്ധിക്കുക. 1/7i എന്താണെന്ന് പ്രൂവ് ചെയ്താൽ മതി. 1/7i ലെസ്താനാണ് ഇതിനേക്കാട്ടിലും. അതുകൊണ്ട് നമുക്കെന്ത് പറയാൻ പറ്റും? അത് ഡൈവേർജൻ്റ് ആണ് എങ്കിൽ, അതായത് 1/7i എന്ന് പറയുമ്പോൾ 7 അങ്ങ് പുറത്തെടുത്താൽ 1/7 അങ്ങ് പുറത്തെടുത്താൽ 1/i. ഓക്കെ. 1/7 ഇൻറ്റു സിഗ്മ i = 1 to infinity 1/i. 1/i കൺവേർജൻ്റ് ആണ് എന്നറിയണം. കൺവേർജൻ്റ് ആണ്. അപ്പോൾ ഇതെന്താണ്? കൺവേർജൻ്റ് ആണ്. ഡൈവേർജൻ്റ് ആണ് എന്നറിയണം. അപ്പം ഈ കുഞ്ഞാപ്പ് എന്താണ്? ഡൈവേർജൻ്റ് ആണ് എന്ന് കിട്ടും. അടുത്തത് സിഗ്മ i = 1 to infinity 8/6i - 1. ഐക്ക് 1 കൊടുത്തിട്ടുണ്ട് എങ്കിൽ എന്ത് കിട്ടും? 6 - 1 5. 8/5 കിട്ടും. 8/5 കിട്ടും അല്ലേ? അതിലേക്ക് 8/5 അതിലേക്കും ചെറുതാണ് 1/6i. 6ന് 1 ഐക്ക് 1 കൊടുത്താൽ 1/6 ആണ് കിട്ടുക. 8/5. അപ്പം ആ കൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ട് ഇതും കുഞ്ഞാപ്പും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെ ഇത് കൺവേർജൻസും ഡൈവേർജൻസും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഹോംവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ. വേറെ ഒന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. താങ്ക് യു വെരി മച്ച്.